നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. SSLC പരീക്ഷയിൽ മേഖലയിലെ വിദ്യാലയങ്ങൾക്ക് മികച്ച വിജയം. SSLC പരീക്ഷയിൽ കൊടകര പഞ്ചായത്തിലെ 100% വിജയം കരസ്ഥമാക്കിയ വിദ്യാലയങ്ങളിലേക്ക് അഭിനന്ദനങ്ങളുമായി കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ. വെണ്ടൂർ ചുങ്കം കുട്ടിപ്പാലത്ത് വീട്ടുകിണറ്റിൽ വീണ 2 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. പുതുക്കാട് പ്രചോദി കുന്നിൽ വൻ തീപിടുത്തം. വാർത്തകൾ വിശദമായി. SSLC പരീക്ഷയിൽ മേഖലയിലെ വിദ്യാലയങ്ങൾക്ക് മികച്ച വിജയം. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ തുടർച്ചയായി 6ാം വർഷവും 100% വിജയം. 122 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. 24 വിദ്യാർത്ഥികൾക്ക് ഫുൾ A+ നേടി. ബോയ്സ് സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഫുൾ A+ കിട്ടുന്നത്. കൊടകര ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും 100% വിജയം. തുടർച്ചയായി 14ാമത്തെ വർഷമാണ് 100% വിജയം കരസ്ഥമാക്കുന്നത്. 62 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. 9 വിദ്യാർത്ഥികൾ ഫുൾ A+ നേടി. കൊടകര ഡോൺ ബോസ്കോ ഗേൾസ് ഹൈസ്കൂളിൽ 100% വിജയം. 138 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ഇതിൽ 53 വിദ്യാർത്ഥികൾ ഫുൾ A+ നേടി. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിലും 100% വിജയം. 279 പേരാണ് പരീക്ഷ എഴുതിയത്. ഇതിൽ 60 വിദ്യാർത്ഥികൾ ഫുൾ A+ കരസ്ഥമാക്കി. ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 100% വിജയം. 102 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ഇതിൽ 36 വിദ്യാർത്ഥികൾക്ക് ഫുൾ A+ നേടി. SSLC പരീക്ഷയിൽ കൊടകര പഞ്ചായത്തിലെ 100% വിജയം കരസ്ഥമാക്കിയ വിദ്യാലയങ്ങളിലേക്ക് അഭിനന്ദനങ്ങളുമായി കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ. കൊടകര നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഡോൺ ബോസ്കോ ഗേൾസ് ഹൈസ്കൂൾ തുടങ്ങിയ വിദ്യാലയങ്ങളിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അഭിനന്ദനവുമായി എത്തിയത്. 100% വിജയം കൊയ്യാൻ ശ്രമിച്ച അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അഭിനന്ദിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, പഞ്ചായത്ത് അംഗം MM ഗോപാലൻ തുടങ്ങിയവർ സന്നിഹിതരായി. അപ്പോൾ കൊടകരയെ സംബന്ധിച്ചിടത്തോളം കൊടകരയുടെ പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റിക്ക് വളരെയധികം അഭിമാനമുണ്ട്. നമ്മളുടെ പൊതുവിദ്യാലയങ്ങളിലെല്ലാം അടിസ്ഥാന സൗകര്യങ്ങൾ നന്നായി തന്നെ വികസിപ്പിച്ച, എല്ലാ സൗകര്യങ്ങളും മെച്ചപ്പെടുത്തിയ ഒരു പഞ്ചായത്ത് കൂടിയാണ് നമ്മുടേത്. അതുകൊണ്ട് നല്ല വിജയം കൈവരിക്കാനായിട്ട് നമ്മുടെ വിദ്യാലയങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ അധ്യാപകർക്കും കുട്ടികളുടെ രക്ഷിതാക്കൾക്കും എല്ലാ പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികൾക്കും കൊടകര ഗ്രാമപഞ്ചായത്തിൻ്റെ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. വെണ്ടൂർ ചുങ്കം കുട്ടിപ്പാലത്ത് വീട്ടുകിണറ്റിൽ വീണ 2 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. പാനാടി മാധവിയുടെ വീട്ടുകിണറ്റിലാണ് ബുധനാഴ്ച പുലർച്ചെ കാട്ടുപന്നികൾ വീണത്. രാവിലെ കാട്ടുപന്നികൾ കിണറ്റിൽ വീണുകിടക്കുന്നത് കണ്ട വീട്ടുകാർ പഞ്ചായത്ത് അംഗത്തെയും ഫോറസ്റ്റ് അധികൃതരെയും വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പഞ്ചായത്ത് അംഗം ജോസി ജോണിയുടെയും ഫോറസ്റ്റ് അധികൃതരുടെയും നേതൃത്വത്തിൽ കാട്ടുപന്നികളെ കിണറ്റിലിട്ട് വെടിവെച്ചു കൊല്ലുകയായിരുന്നു. കരയ്ക്കു കയറ്റിയ പന്നികളെ ഫിനോയിലും ഡീസലും ഒഴിച്ച് കുഴിച്ചുമൂടി. ബീറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായ EV ബാബു, KR രതീഷ്, ജിസ്ന കാഞ്ഞിരത്തിങ്കൽ, വാച്ചർമാരായ MK രതീഷ്, KB ബൈജു, AV സുനിൽകുമാർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. പുതുക്കാട് പ്രചോദി കുന്നിൽ വൻ തീപിടുത്തം. ഏക്കർ കണക്കിന് സ്ഥലത്ത് തീ പടർന്നു. ചൊവ്വാഴ്ച രാത്രി 10:30യോടെയാണ് തീ പടർന്നത്. പ്രചോദി കോളേജിന്റെയും സ്വകാര്യ വ്യക്തിയുടെയും പറമ്പിലുമാണ് തീ പിടിച്ചത്. അടിക്കാടുകളിൽ പടർന്ന തീ വേഗത്തിൽ വ്യാപിക്കുകയായിരുന്നു. വലിയ മരങ്ങൾ ഉൾപ്പെടെ കത്തി നശിച്ചു. താഴ്ന്ന ഭാഗത്തുള്ള വീട്ടുപറമ്പുകളിലേക്ക് തീ പടരാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. പുതുക്കാട് നിന്നും എത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഏറെ പ്രയത്നിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ചാലക്കുടി ഫാസ്റ്റ് നൃത്ത സംഗീത വിദ്യാലയത്തിന്റെ 36ാം വാർഷികാഘോഷവും പനമ്പിള്ളി രാഘവമേനോന്റെ സ്മരണാർത്ഥം രൂപീകരിച്ച പനമ്പിള്ളി രാഘവമേനോൻ സ്മാരക പുരസ്കാര സമർപ്പണവും മെയ് 11 ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 6 മണിക്ക് ചാലക്കുടി ഫാസ്റ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്ന പരിപാടിക്ക് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിക്കും. റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം നിർവഹിക്കും. പുരസ്കാര സമർപ്പണവും അദ്ദേഹം നടത്തും. പ്രശസ്ത ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്രവർമ്മ മുഖ്യപ്രഭാഷണവും ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ എബി ജോർജ് പനമ്പിള്ളി രാഘവമേനോന്റെ ഛായാചിത്രം അനാച്ഛാദനവും നിർവഹിക്കും.
മുൻ ചീഫ് സെക്രട്ടറിയും മലയാള സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ കെ ജയകുമാർ IAS ആണ് പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത്. ചാലക്കുടി പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ബിജു എസ് ചിറയത്ത് പ്രസിഡന്റ്, സുന്ദർദാസ് ജൂറി ചെയർമാൻ, അന്നമനട ബാബുരാജ് രക്ഷാധികാരി, സി ശശിധരൻ പ്രിൻസിപ്പൽ, സുരേഷ് UG മേനോൻ എന്നിവർ പങ്കെടുത്തു. മുൻ ചീഫ് സെക്രട്ടറിയും മലയാളം സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറും ഗാനരചയിതാവും വിവർത്തകനും ഭാഷാപരിജ്ഞാനിയും നമുക്ക് നമ്മുടെ മലയാള സാഹിത്യത്തിലെ വേറിട്ട ചൈതന്യവുമായ കെ ജയകുമാർ IAS അവർക്കാണ് പ്രഥമ പുരസ്കാരം നൽകുന്നത്. പറയുകയും അത് നേരത്തെ ശശി പറഞ്ഞ പോലെ 4 പതിറ്റാണ്ടിലേറെ അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച പനമ്പള്ളി രാഘവന്റെ സ്ഥാനമാറ്റം നടത്തണമെന്ന് തീരുമാനിക്കുകയും അവർ കമ്മിറ്റി തീരുമാനിക്കുകയും ചെയ്തു. അതിലൊരു കൊടകര കണ്ടംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ 11ാമത് ദശാവതാരം ചന്ദനം ചാർത്ത മഹോത്സവവും പ്രഭാഷണ പരമ്പരയും 2024 മെയ് 9 വ്യാഴാഴ്ച മുതൽ മെയ് 19 ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിലായി നടക്കും. ക്ഷേത്രം തന്ത്രി അഴകത്തുമനയ്ക്കൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെയും മേൽശാന്തി ചുള്ളിമംഗലത്തുമന വാസുദേവൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്ന പരിപാടിയിൽ അങ്കമാലി തോട്ടാമറ്റം നാരായണൻ നമ്പൂതിരിയാണ് ചന്ദനം ചാർത്ത ആചാര്യൻ. മെയ് 9 വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ശ്രീ പാർത്ഥസാരഥി ഭജന മണ്ഡപത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ അഖില ഭാരതീയ സത് സമിതി ദേശീയ സെക്രട്ടറി ശ്രീമദ് സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി ഉദ്ഘാടനം നിർവഹിക്കും. ക്ഷേത്രം പ്രസിഡന്റ് സത്യൻ കുറുവത്ത് അധ്യക്ഷത വഹിക്കും. യോഗത്തിന് സെക്രട്ടറി രഘു P. മേനോൻ, ജോയിന്റ് സെക്രട്ടറി സജി പെരുമ്പിള്ളി എന്നിവർ സംസാരിക്കും. തുടർന്ന് മെയ് 10 കിള്ളിക്കുരിശിമംഗലം സുരേഷ് ബാബു, 11 സുനിൽ മടവാക്കര, 12 OM ശാലീന, 14 KP ശശികല ടീച്ചർ, 16 പ്രൊഫസർ സരിത അയ്യർ എന്നിവരുടെ പ്രഭാഷണവും 13 15 കലാപരിപാടികളും 17 ഓട്ടം തുള്ളലും 18 ഭജനയും 19 കഥകളി എന്നിവയും ഉണ്ടായിരിക്കും. ചാലക്കുടി ഡിപ്പോയിലെ KSRTC ജീവനക്കാർക്കായി കെയർ കേരള ഫൗണ്ടേഷൻ നേത്രാരോഗ്യ പദ്ധതി നടപ്പാക്കും. ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, ഗ്യാരേജ് ജീവനക്കാർ, ഓഫീസ് ജീവനക്കാർ എന്നിവർ അടക്കമുള്ളവർക്കായാണ് പദ്ധതി. എറണാകുളം ഗിരിധർ ഐ ഇൻസ്റ്റിറ്റ്യൂട്ട്, SSMI റിസർച്ച് ഫൗണ്ടേഷൻ, കളമശ്ശേരി രാഹി ദൃഷ്ടി കേന്ദ്ര എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. 11 രാവിലെ 9 ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡിൽ നേത്രാരോഗ്യ പദ്ധതിയുടെ ഉദ്ഘാടനം സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിക്കും. ഇതിന്റെ ഭാഗമായി സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ്, തെരഞ്ഞെടുക്കപ്പെട്ട ജീവനക്കാർക്ക് സൗജന്യ കണ്ണട വിതരണം, 1500 രൂപയ്ക്ക് തിമിര ശസ്ത്രക്രിയ എന്നിവ ഒരുക്കും. ഫൗണ്ടേഷൻ ചെയർമാൻ രമേഷ് കുമാർ കുഴിക്കാട്ടിൽ അധ്യക്ഷത വഹിക്കും. സെക്രട്ടറി NR സരിത, വൈസ് ചെയർമാൻമാരായ നിഷാന്ത് D. കൂള, അനീഷ് പറമ്പിക്കാട്ടിൽ, ജോയിന്റ് സെക്രട്ടറിമാരായ ലെനിൻ ചന്ദ്രൻ, ടോൾ G. തോമസ് എന്നിവരും അറിയിച്ചു. വരയുടെ പുതിയ അനുഭവമൊരുക്കാൻ കോടാലി മാങ്കുറ്റിപ്പാടത്ത് കലാമുറ്റമൊരുങ്ങി. ഇലകൾ മഞ്ഞ പൂക്കൾ പച്ച എന്ന പേരിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന ചിത്രകലാ ക്യാമ്പ് മെയ് 10 ആരംഭിക്കും. കുട്ടികളും മുതിർന്നവരും പ്രായമേറിയവരും ഒരുമിച്ച് ചിത്രങ്ങൾ വരച്ചും ശില്പങ്ങൾ മെനഞ്ഞും ക്യാമ്പിന്റെ ഭാഗമാകും എന്നത് പ്രത്യേകതയാണ്. ചിത്രകലാ അധ്യാപിക പ്രിയ ഷിബു, ചിത്രകാരികളായ മക്കൾ ദേവാംഗന, ദേവഹാര എന്നിവർ ക്യാമ്പ് നയിക്കും. വിവിധ പ്രായത്തിലുള്ള 40 പേർ പങ്കെടുക്കും. ചിത്രകാരന്മാരായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ, ജിനൻ കൊറ്റിക്കൽ, ആനന്ദ് രാമൻ, സുനിൽ സബര്യ, പ്രീതി ലക്ഷ്മി തുടങ്ങിയവർ നേതൃത്വം നൽകും. 10 രാവിലെ 10 കണ്ടംപററി ആർട്ടിസ്റ്റ് TR സുനിൽ ലാൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. 12 ക്യാമ്പ് സമാപിക്കും. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6625 രൂപ, പവന് 53,000 രൂപ.
ശോഭയിൽ നിൻമുഖം മാത്രം, നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SSLC പരീക്ഷയിൽ മേഖലയിലെ വിദ്യാലയങ്ങൾക്ക് മികച്ച വിജയം. SSLC പരീക്ഷയിൽ കൊടകര പഞ്ചായത്തിലെ 100% വിജയം കരസ്ഥമാക്കിയ വിദ്യാലയങ്ങളിലേക്ക് അഭിനന്ദനങ്ങളുമായി കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ. വെണ്ടൂർ ചുങ്കം കുട്ടിപ്പാലത്ത് വീട്ടുകിണറ്റിൽ വീണ 2 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. പുതുക്കാട് പ്രചോദി കുന്നിൽ വൻ തീപിടുത്തം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.